കടുത്തുരുത്തി പെരുവ റോഡിൽ KS പുരത്തെ അപകട വളവുകൾ നിവർത്തുന്നു. കടുത്തുരുത്തി താഴത്തുപള്ളിയുടെ സെന്റ് ജോസഫ്സ് കുരിശുപള്ളിയുടെ മുന്നിലെയും സമീപത്തെയും 2 കൊടും വളവുകളാണ് അപകടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നിവർത്തുന്നത്. പ്രദേശവാസിയായ പുതിയിടത്തുപറമ്പിൽ ജോസഫാണ് റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയത്. സ്ഥലം സന്ദർശിച്ച മന്ത്രി മോൻസ് ജോസഫ് അപകട വളവ് നിവർത്തുന്നതിനായി സ്ഥലം വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ഭൂവുടമയുമായി സംസാരിച്ചു. തുടർന്ന് വളവുകൾ നിവർത്തുന്നതിനാവശ്യമായ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി മന്ത്രിയുടെയും ഭൂവുടമയുടെയും സാന്നിധ്യത്തിൽ കുറ്റികൾ സ്ഥാപിച്ചു. താഴത്തുപള്ളി വികാരി ഫാദർ ജോൺ പാളിത്തോട്ടവും PWD ഉദ്യോഗസ്ഥരും നാട്ടുകാരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിവർത്തുന്നതിന് വേണ്ടിയുള്ള സഹകരണം ഇവിടുത്തെ ജോസ് കൈതമറ്റം അദ്ദേഹത്തിൻ്റെ പുരയിടമാണ്. അദ്ദേഹത്തോട് കടുത്തുരുത്തി വലിയ പള്ളി താഴത്തുപള്ളിയിലെ പ്രിയപ്പെട്ട വികാരിച്ചൻ അച്ഛൻ ഇടപെടുകയും അച്ഛൻ ഇടവാങ്ങമെന്ന നിലയിൽ അദ്ദേഹത്തോട് ജോസ് കൈതമറ്റത്തോട് സംസാരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ആവശ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സഹകരിക്കാമെന്ന് വികാരിച്ചന് വാക്കുകൊടുത്തു. ഇന്ന് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് വികാരിച്ചൻ ഇവിടെ സന്നിഹിതനാകുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അതേ തുടർന്ന് ഇപ്പോൾ ഒരു ഏകദേശം ഞങ്ങളൊരു പ്രപ്പോസൽ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഭൂമി സൗജന്യമായിട്ട് വിട്ടു തന്നാൽ പകരം സർക്കാർ ഇത് കെട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു നിലപാട് സ്റ്റേറ്റ് ഒട്ടാകെ അംഗീകരിച്ചിട്ടുള്ളതാണ്. വളവ് നിവർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറ്റി അടിച്ചിരിക്കുന്നത് തുടക്കത്തിൽ 1 മീറ്റർ വീതം എടുക്കുക, അതിനുശേഷം കുറച്ചുകൂടെ വളവിലേക്ക് വരുമ്പോൾ അത് 2 മീറ്ററായിട്ട് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കുക. ഏറ്റവും കൊടും വളവ് എന്ന പോയിന്റിൽ 3 മീറ്ററും എടുക്കുന്ന വിധത്തിലാണ് ഞങ്ങളൊന്ന് PWD സജസ്റ്റ് ചെയ്തതും ഇപ്പോൾ കുറ്റി അടിച്ചത്. ചാപ്പലിൻ്റെ സമീപത്ത് വരുന്ന വളവിൽ ആരംഭഭാഗത്ത് 1 മീറ്ററും തുറന്നു വരുന്ന ഭാഗങ്ങൾ 2 മീറ്റർ, കൊടും വളവ് വരുന്ന മധ്യഭാഗത്ത് 3 മീറ്റർ ദൂരത്തിലുമാണ് വളവ് നിവർത്തുന്നതിനായി ഭൂമി വേണ്ടത്. മറുഭാഗത്തെ വളവിൻ്റെ തുടക്കത്തിൽ 1 മീറ്ററും മധ്യഭാഗത്ത് 2 മീറ്ററും സ്ഥലം വേണ്ടിവരും. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഭൂവുടമയുള്ള സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ PWD സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകും. ശേഷിക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കാൻ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുന്നതിനായി പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അടിയന്തരമായി പ്രപ്പോസൽ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഈ കടുത്തുരുത്തി പെറുവം റൂട്ടിലുള്ള KS ഷാപ്പിനോട് ചേർന്നുള്ള ഈ കൊടുംവളവ് വളരെയേറെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അതിന് പരിഹാരം ഉണ്ടാകുവാനതിന് വേണ്ടിയിട്ടാണ് ജോസേട്ടനോട് സംസാരിച്ചു. അദ്ദേഹം അതിനോട് നല്ല രീതിയിൽ സഹകരിക്കാനാവും എന്ന് പറയുകയും ഇക്കാര്യം മന്ത്രി അറിയിക്കുകയും അദ്ദേഹം ഇന്ന് ഒത്തിരിയേറെ തിരക്കുണ്ടായിട്ടും ഇന്ന് ഇവിടെ വന്ന് നമ്മോടൊപ്പം ഈ സ്ഥലം അസസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും കുറ്റിയടിക്കാനൊക്കെ എത്രയും സമയം ചെലവഴിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ജോസിയേട്ടൻ്റെ ആ ഉദാര മനസ്കത കൊണ്ടാണ് നമുക്ക് ഈ വളവ് നിവർത്തി കിട്ടുവാൻ വേണ്ട ക്രമീകരണം ഉണ്ടായിട്ടുള്ളത്. ദൈവത്തിൻ്റെ ഒരു വലിയൊരു പ്രചോദനം, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഈ അവസരത്തിൽ അത് ഈ നാടിനും ഈ സമൂഹത്തിനും നൽകുന്ന വലിയൊരു നന്മയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളോട് സംസാരിച്ച് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമ്മുടെ മന്ത്രി കാണിച്ച് നല്ല മനസ്സിന് ഇതിനു വേണ്ട ഫണ്ട് അനുവദിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും കാണിച്ച നല്ല മനസ്സിന് ഈ അവസരത്തിൽ ഈ നാട്ടുകാരുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. KS പുരത്തെ വളവുകൾ നിവർത്തുന്നതിനൊപ്പം സമീപത്തായി പുതുതായി വെട്ടിയുണ്ടാക്കിയ വഴി ബൈപ്പാസായി ഒരുക്കിയെടുക്കുന്നതിനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നീത, AE രേഷ്മ ജോഷി, ബേബിച്ചൻ നിലപ്പന, ഔസേപ്പച്ചൻ കൈതമറ്റം, സബാൻ കൊച്ചേരി, ജോൺ K ആന്റണി, ജോണി ഉറവുങ്കര, ജോസ് ഓലപ്പുര എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു.